LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇങ്ങനെയാണ് MD യെക്കുറിച്ച് പ്രതികരിച്ചത്. നിശബ്ദമായി നിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ എല്ലാ ചിന്താധാരകളെ സ്വാംശീകരിക്കാനും തെറ്റുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും MT ശ്രമിച്ചിരുന്നു. MT ജീവിതത്തിലുടനീളം ഉയർത്തിപ്പിടിച്ച അതേ മൂല്യവും ലക്ഷ്യവുമാണ് MTയുടെ രചനകളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. MTയുടെ രചനകളിലൂടെ പുതിയ തലമുറ എപ്രകാരം എങ്ങനെ MTയുടെ ആദർശങ്ങളെയും സംശുദ്ധിയെയും സ്വീകരിക്കും എന്നുള്ളത് ഭാവി സമൂഹത്തിൽ അനുഭവപ്പെടേണ്ടുന്നൊരു കാര്യമാണ്. LDF കൺവീനർ TP രാമകൃഷ്ണൻ MDS മരിക്കുകയായിരുന്നു. തോമസ് കുട്ടി കലഞ്ഞൂർ എന്നോട് യൂട്യൂബിലൂടെ ചോദിക്കുന്നു, താങ്കൾ പോകുന്നില്ലേ? നേരമായിട്ടില്ല. ഇനി നമുക്ക് എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഒരു സർഗലാവണ്യം മലയാളി മനസ്സിലേക്ക് ഒഴുക്കിവിട്ട മഹാരഥൻ MD യാത്രയാകുമ്പോൾ എന്തൊക്കെയായിരിക്കും വിജയകുമാറിൻ്റെ മനസ്സിലുള്ളത്? വിജയകുമാർ, താങ്കൾ എങ്ങനെയാണ് MDയെ ഓർമ്മിക്കുന്നത്? SK, ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതായിരുന്നു. ഒരിക്കൽ MD വാസുദേവൻ നായർ ഒരു മാധ്യമ പ്രവർത്തകർക്കൊരു ക്ലാസ് എടുക്കുക എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ലോഗോ പ്രകാശനത്തിന് കൊച്ചിയിൽ പങ്കെടുക്കുകയാണ്. ആ വേദി അത് ഞാൻ നേരത്തെ ജോലി ചെയ്ത മാധ്യമ സ്ഥാപനം റിപ്പോർട്ടർ TV ആണ്. അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ലോഗോ പ്രകാശനം MD വാസുദേവൻ നായരായിരുന്നു നിർവഹിച്ചത്. അന്ന് അദ്ദേഹം അതിൻ്റെ ചെയർമാൻ എന്ന പദവിയിൽ കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്ക് ഒരു ഹ്രസ്വമായ ക്ലാസ് എടുത്തു. അദ്ദേഹം വളരെ വിശാലമായി ആ വേദിയിൽ സംസാരിച്ചു. അന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ജോലി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വണിക്കുകൾ എന്ന് പറയുന്ന കച്ചവട സംഘങ്ങൾ ചെയ്ത ജോലിയാണ്. അതായത് ഒരു നാട്ടിൽ ഒരു വിവരമുണ്ടെങ്കിൽ അത് മറുനാട്ടിൽ അറിയിക്കുന്നത് ഈ കച്ചവടക്കാരാണ്. അപ്പോൾ ഈ നാട്ടിലെ വിവരങ്ങൾ ആ നാട്ടിൽ പോയി പറയുക കച്ചവടക്കാരാണ്. യഥാർത്ഥത്തിൽ അപ്പോൾ ഈ കച്ചവടക്കാരുടെ വരവ് കാത്തിരിക്കുന്നത് നാട്ടുകാർ രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങണം. ഒന്ന്, അതുപോലെ ഇവിടെയുള്ള സാധനങ്ങൾക്ക് അവർക്ക് കൊടുക്കണം. മറ്റൊന്ന്, ആ നാട്ടിൽ എന്തുണ്ടായി എന്ന് അറിയണമെങ്കിൽ ഈ കച്ചവടക്കാർ ഇവിടെ വരണം. അങ്ങനെ അവിടുത്തെ വിവരങ്ങൾ ഇവിടെ പറയുകയും ഇവിടുത്തെ വിവരങ്ങൾ അവിടെ പറയുകയും ചെയ്യുന്ന വണിക്കുകളുടെ ജോലി എന്ന് വെച്ചാൽ കച്ചവടക്കാരുടെ ജോലിയാണ് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത്. അത് വിജയകുമാർ